ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഓഡിബിൾ ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വി വിൽ ബി സ്റ്റാർട്ടിങ് ദ സെഷൻ. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് ഒരു ഡിലേ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നതും തമ്മിൽ ചെറിയൊരു ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഓഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു. വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ഏരിയ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യെസ് സോജ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഏരിയയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ മെയിൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ 2 വരുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഒരുപാട് ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതായിരിക്കില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് മാത്രം, ഓക്കെ, ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, വളരെ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം മാത്രമേ നമുക്കുള്ളൂ. അതുമാത്രമല്ല 8 മാർക്കിൻ്റെ ഒരു വെയിറ്റേജ് ആണ് ഈ ഒരു ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് എവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ ആ ഏരിയാസിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ മാക്സിമം കോംപ്രഹെൻസീവ് ആയിട്ട് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, കോംപ്രഹെൻസീവ് ആയിട്ട് തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു പോയിന്റ് മിസ്സാവരുത്. എക്സാമിനേഷനിൽ മാക്സിമം ഈ 8 മാർക്കിൽ ഇഫ് പോസിബിൾ 8 മാർക്കും കിട്ടുന്ന രൂപത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഇതാണൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ PSCക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം PSCക്ക് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് UPSC ആസ്പിറൻസ്. UPSCയുടെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് എക്സാമിനേഷനൊക്കെ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് 1-2 വർഷം ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളുമായിട്ടായിരിക്കും നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അപ്പം അവരുടെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ പൊളിറ്റി, അവരുടെ പൊളിറ്റിയിലുള്ള ആ ഒരു അറിവ് അതിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് കൂടി ഈ ഒരു സെഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ക ഒരു നമ്മൾ പണ്ട് കാണുന്ന ആ ഒരു PSC ലെവലിലായിരിക്കില്ല ക്ലാസ്സുകൾ വരുന്നത്. വളരെ ഫൗണ്ടേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി എൻഷുർ ചെയ്യുന്ന രൂപത്തിലായിരിക്കും. കാരണം കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ചില ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പൊളിറ്റിയിൽ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ എംഫസിസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. സോ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം PSCക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ UPSC ആസ്പിറൻസിനോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരു ബേസിക് ലെവലിലുള്ള ഒരു പ്രിപ്പറേഷൻ മതിയാവില്ല. റാങ്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യത്തെ ഒരു 100 റാങ്കിൻ്റെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യാം. നൗ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ, യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിലബസ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 4 ആണ്. ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള വെയിറ്റേജ് വരുന്നത് 8 മാർക്കാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും സിലബസിൻ്റെ എക്സ്പ്ലനേഷനിലും കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ ഡിഫൈൻ ചെയ്യുന്ന 3 ഏരിയാസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെജിസ്ലേറ്റീവ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ. ഈ 3 ഏരിയാസിലാണ് സെൻട്രലും സ്റ്റേറ്റും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ ഗവൺമെൻറ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് എന്നുള്ള ആ ഒരു പൊളിറ്റിയുടെ ബേസിക്സ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് ഫെഡറൽ യൂണിറ്റുകളാണ്. സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ യൂണിറ്ററി ഗവൺമെൻറ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്. ഓക്കെ, ദെൻ
സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്, ആന്ധ്ര ഗവൺമെൻറ്, തെലങ്കാന ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ഗവൺമെൻറ്റുകളും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ തന്നെ, എന്നാൽ അതേസമയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സാധാരണ നമ്മൾ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ പറയാറുണ്ട് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, എന്നാൽ പല കാര്യങ്ങളിലും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സെൻട്രലും സ്റ്റേറ്റും വർക്ക് ചെയ്യുന്നത്, കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതെല്ലാം കാര്യങ്ങളിലാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഒരു ബന്ധം നിലനിൽക്കുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ആസ് ഐ സെഡ്, പ്രധാനമായിട്ടും 3 റിലേഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 3 ഏരിയാസിലാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്ന 3 ഏരിയാസ് ഉണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻ, അതായത് നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം മേഖലകളിലാണ് ഇവർ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് എക്സിക്യൂട്ടീവ് ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിലേഷൻസ് വരുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിൽ നിന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത്, ബേസ്ഡ് അപ്പോൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫൈനാൻസ് കമ്മീഷൻ അണ്ടർ ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280യുടെ അണ്ടറിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 280 പ്രകാരം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ അതെന്താണ്? എ ഫോം ഓഫ് ഫൈനാൻഷ്യൽ റിലേഷൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെ പ്രധാനമായിട്ടും 3 മേഖലകളിലാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇതിൽ ആദ്യം നമുക്ക് കവർ ചെയ്യേണ്ടത് ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ്. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതും ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആണ്. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമനിർമ്മാണത്തിൽ നിശ്ചയിക്കപ്പെട്ട പരിധി എന്താണ്, എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർക്ക് നിയമനിർമ്മാണം നടപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, ഈ ഒരു കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള ഏരിയാസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഷെഡ്യൂൾസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളെ, അല്ലെങ്കിൽ വിവിധ കാര്യങ്ങളെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏത് ഷെഡ്യൂളിൻ്റെ അണ്ടറിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഏത് ഷെഡ്യൂൾ പ്രകാരമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നിയമനിർമ്മാണത്തിനാവശ്യമായ, അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൻ്റെ പരിധികൾ നിശ്ചയിക്കുന്ന ഏരിയാസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഷെഡ്യൂളിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, ഏത് ഷെഡ്യൂളിൻ്റെ അണ്ടറിലാണ് ഈ രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആണ്. ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ, അല്ലെങ്കിൽ ആ ഒരു ഭൗമ പരിധി എന്നൊക്കെ നമുക്ക് പറയാം. എത്ര വരെ എക്സ്റ്റെൻഡഡ് ആണ്, അല്ലെങ്കിൽ ഏത് ഭൂമിയുടെ, അല്ലെങ്കിൽ ഏത് പരിധിക്കുള്ളിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിന് മുഴുവനായിട്ട് നിയമനിർമ്മാണം നടത്തുന്ന ഒരു ബോഡിയാണ് സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തുന്ന ലെജിസ്ലേറ്റീവ് വിങ് ആയിട്ട് പാർലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമുക്കൊരു വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഒന്നും വരുന്നില്ല. പാർലമെൻറ്റിലെ MP-മാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മന്ത്രിമാരായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളെ, ഓക്കെ, സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റാണ് നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ പരിധി എന്ന് പറയുന്നത്, അതിൻ്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം മൊത്തം വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ എൻറ്റയർ ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിന് സാധിക്കും, മുഴുവൻ ഇന്ത്യയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭൂപരിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നത്. ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂപരിധി എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോസ് ഫോർ വൂൾ ഓർ എനി പാർട്ട് ഓഫ് ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, എൻറ്റയർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയന് വേണ്ടിയിട്ട് മാത്രമായിട്ടും പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലും ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റ്. അപ്പോൾ ഈ ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിന് മാത്രം ബാധകമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇത് ബാധകമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലൊക്കെ ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ചില സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, ചില റീജിയനിലേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തതാണ്, പാർലമെൻറ്റ് ഒരു നിയമനിർമ്മാണം നടപ്പാക്കിയതാണ്. അപ്പം ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു റീജിയനിലേക്ക് മാത്രമായിട്ട് പാർലമെൻറ്റിന് ഒരു നിയമനിർമ്മാണം നടപ്പാക്കാം. ഇനി അതുപോലെ തന്നെ പാർലമെൻറ്റ് GST നടപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, GST നടപ്പാക്കിയിട്ടുണ്ട്. GST എന്ന് പറയുന്നത് എൻറ്റയർ ഇന്ത്യയിലെ ബാധകമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് GST എന്ന് പറയുന്നത്. അപ്പം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടോ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, പാർലമെൻറ്റിന് എക്സ്ട്രാ ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. എക്സ്ട്രാ ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ പറയുന്ന ജോഗ്രഫിക്കൽ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിലും ഇന്ത്യക്ക് നിയമനിർമ്മാണം നടത്താം. അപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറി പലപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഈ ഒരു മാപ്പിൻ്റെ ഉള്ളിൽ വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ മാത്രമല്ല, അതല്ലാതെ ഇതിന് പുറത്തായിക്കൊണ്ട് ചിലപ്പം ഇന്ത്യയുടെ കോൺസുലേറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ എംബസീസ് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംബസീസും ഇന്ത്യയുടെ ടെറിട്ടറിയുടെ പരിധിയിലാണ് വരുന്നത്. ഓക്കെ, ആ ഒരു ടെറിട്ടറീസും അല്ലെങ്കിൽ അവിടെയും ഇന്ത്യൻ നിയമം ബാധകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെറിട്ടറീസ് അല്ലെങ്കിൽ എംബസീസ്, കോൺസുലേറ്റ്സ് ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്, ഇന്ത്യൻ ടെറിട്ടറിയുടെ ബാധകമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ പരിധിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഈ ഒരു കാര്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എക്സ്ട്രാ ടെറിട്ടോറിയൽ, പാർലമെൻറ്റിൻ്റെ എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമം അപ്ലിക്കബിൾ ആണ്. ഓക്കെ, പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യൻ സിറ്റിസൺസ്, അവർ ഇന്ത്യക്ക് അകത്തായിരുന്നാലും ഇന്ത്യക്ക് പുറത്തായിരുന്നാലും അവർക്ക് ഇന്ത്യൻ നിയമം ബാധകമാണ്. അപ്പോൾ എന്തായി, എക്സ്ട്രാ ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷനായി. ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാർക്കും ഈ പറയുന്ന നിയമം ബാധകമായിട്ട് വരികയാണ്, അവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ അവിടെ വരുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം എക്സ്ട്രാ ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടി ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമല്ല അവരുടെ പ്രോപ്പർട്ടി ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ്. അപ്പം അവിടേക്കെല്ലാം എന്താണ്, ഇന്ത്യൻ ലോസ് ബാധകമാണ്, ഇന്ത്യൻ നിയമം ബാധകമാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തു, വിദേശ രാജ്യത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ USA പോയിട്ട് ഒരു ക്രൈം ചെയ്യുകയാണ്. ഓക്കെ, USA പോയിട്ട് ഒരു ക്രൈം ചെയ്യുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് നീരവ് മോദി, അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പണക്കാരൻ, അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തട്ടിപ്പ് നടത്തിയിട്ട് USA മുങ്ങി. ഓക്കെ, USA മുങ്ങി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ മുകളിൽ ഇന്ത്യൻ നിയമം ബാധകമായിരിക്കും. അപ്പം ഇന്ത്യയും US തമ്മിൽ ഒരു ബൈലാറ്ററൽ ട്രീറ്റി ഉണ്ട്, എക്സ്ട്രഡീഷൻ ട്രീറ്റി എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അത് പ്രകാരം USA നിന്നുള്ള US ഗവൺമെൻറ് അയാളെ പിടിച്ചിട്ട് ഇന്ത്യക്ക് തന്നെ കൈമാറും. ഓക്കെ, എന്നിട്ട് അയാൾ ഇന്ത്യൻ നിയമപ്രകാരമായിട്ടും ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇന്ത്യയുടെ പുറത്താണെങ്കിൽ പോലും ഈ എക്സ്ട്രഡിഷൻ ട്രീറ്റി പ്രകാരം ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം ഇദ്ദേഹത്തിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, എക്സ്ട്രാ ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ, ഇന്ത്യയുടെ പുറത്ത് പോയി കഴിഞ്ഞാലും ഇന്ത്യയുടെ നിയമങ്ങൾ നിങ്ങൾക്ക് മുകളിൽ ബാധകമായിരിക്കും. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ പരിധി എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യ മുഴുവനാണ്, ഒന്ന് ഇന്ത്യ മുഴുവൻ വരുന്നുണ്ട്. രണ്ടാമത്തത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം. മൂന്നാമതായിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂമിയുടെ ആ ഒരു പരിധി, ഇന്ത്യൻ ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ പുറത്തുള്ള പ്രദേശങ്ങളിലേക്കും അപ്ലിക്കബിൾ ആകുന്ന രൂപത്തിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കോണ്ടെക്സ്റ്റിലേക്ക് പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റും. എന്നാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഗവൺമെൻറ് ആണ് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് മാത്രമേ അതിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് കേരള ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഏതൊരു നിയമവും
ഈ കാണുന്ന കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ ഉള്ളിൽ മാത്രമേ അത് അപ്ലിക്കബിൾ ആവുള്ളൂ. അതിൻ്റെ നേരെ പുറത്ത് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ ഒന്നും അത് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, പുറത്തേക്ക് അത് അപ്ലിക്കബിൾ അല്ല. തമിഴ്നാടിൻ്റെ നിയമം ഉണ്ടായിരിക്കും, കർണാടകയ്ക്ക് കർണാടകയുടെ നിയമം ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഊട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ ഇ പാസ് എടുക്കണം. ഈ പാസ് എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്നതാണ്? തമിഴ്നാട് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ഓക്കെ, തമിഴ്നാട് ഗവൺമെൻറ് കൊണ്ടുവരുന്നതാണ് ഇ പാസ് എന്ന് പറയുന്നത്. അപ്പം അത് തമിഴ്നാട്ടിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് മാത്രമേ അത് വരുന്നുള്ളൂ. തിരിച്ച് നിങ്ങൾ കേരളത്തിലേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് ഇ പാസ് നിങ്ങൾ എടുക്കുന്നില്ല. കാരണം കേരള ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു നിയമമില്ല. അപ്പം ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അത് അതാത് സംസ്ഥാനത്തിൻ്റെ ജോഗ്രഫിക്കൽ ബൗണ്ടറിയുടെ ഉള്ളിൽ മാത്രമായിരിക്കും പ്രാബല്യത്തിലുള്ളത് അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആയിട്ട് നിലനിൽക്കുന്നത്. അതാണ് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോസ് ഫോർ വൂൾ ഓർ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ദി സ്റ്റേറ്റ്. ഒന്നെങ്കിൽ സംസ്ഥാനത്തിന് മുഴുവനായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, കേരള ഗവൺമെൻറ്റിന് തിരുവനന്തപുരത്തിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമം വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ നമ്മുടെ എക്കണോമിക് പെർഫോമൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടാക്സ് ലോസ് ഇവിടെ അപ്ലിക്കബിൾ അല്ല. സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് റിലാക്സേഷൻസ് ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട്, ഈവൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ എക്കണോമിക് സോൺസിലേക്ക് നമ്മുടെ സാധാരണ ടാക്സ് നിയമങ്ങൾ ബാധകമല്ല, അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടാക്സ് നിയമങ്ങളാണ് ബാധകമായിട്ട് വരുന്നത്. ഇനീഷ്യൽ പീരീഡിലൊക്കെ ടാക്സിലെ എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേക റീജിയനിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകമായിട്ടുള്ള നിയമം അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. സ്പെഷ്യൽ എക്കണോമിക് സോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾസും ലോസും റെഗുലേഷൻസും ആയിരിക്കും അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ സംബന്ധിച്ചിട്ട് എൻറ്റയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് മാത്രമായിട്ടോ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പം രണ്ടിലും സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം പഠിക്കുന്നതിനും കുറേ കൂടെ ഈസിയാണ്. അപ്പോൾ ഇതാണ് ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. നൗ ഇനി ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സുപ്രീം ബോഡിയാണ്. ഓക്കെ, പാർലമെൻറ്റിന് ഒരു സോവറിനിറ്റി ഉണ്ട്. പാർലമെൻറ്റിന് സ്വന്തമായിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ആ പാർലമെൻറ്റിൻ്റെ നിയമങ്ങളിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ചില സ്പെഷ്യൽ കണ്ടീഷൻസിൽ പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ അല്ലാതെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും വരുന്ന 3 കണ്ടീഷൻസ് ഓർത്ത് വെക്കണം. ഓക്കെ, 3 കണ്ടീഷൻസിൽ പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഇല്ലാതെ വരും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കബിൾ അല്ലാതെ വരും. ആ 3 കണ്ടീഷൻസിനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി പാർലമെൻറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പാർലമെൻറ്റിന് ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. ഓക്കെ, എന്നാൽ ആ അതായത് ഇന്ത്യ മുഴുവനായിട്ട് പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആണ്. എന്നാൽ ആ പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആകാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ദ പ്രസിഡന്റ് ക്യാൻ മേക്ക് റെഗുലേഷൻ ഫോർ പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് ഗവേണൻസ് ഇൻ 4 യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, 4 യൂണിയൻ ടെറിട്ടറീസിലേക്കുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് പ്രസിഡന്റ് ആണ്, പാർലമെന്റ് അല്ല. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് 4 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന 4 യൂണിയൻ ടെറിട്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് പ്രസിഡന്റ് ആണ്, പാർലമെന്റ് അല്ല. അവിടെ പ്രാബല്യത്തിലുള്ളത് പ്രസിഡന്റിന്റെ നിയമങ്ങളാണ്. അപ്പോൾ അത് 4 ടെറിട്ടറീസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, യൂണിയൻ ടെറിട്ടറി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, ദാദ്ര നാഗർ ഹവേലി, അതുപോലെ തന്നെ ദമാൻ ആൻഡ് ദിയു ആൻഡ് ലഡാക്ക്. ഓക്കെ, ലഡാക്ക്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് വരുന്നുണ്ട്, ലക്ഷദ്വീപ് വരുന്നുണ്ട്, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു വരുന്നുണ്ട്, ലഡാക്ക് വരുന്നുണ്ട്. അപ്പം ഈ പ്രദേശങ്ങളിലേക്ക്, ഈ യൂണിയൻ ടെറിട്ടറീസിലേക്കെല്ലാം പ്രസിഡന്റിന്റെ റൂൾ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ നിയമമാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, പാർലമെന്റിൻ്റെതല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ എക്സംഷനാണ്, നോട്ട് ചെയ്ത് വെക്കണം. അപ്പം ഇങ്ങനെ പ്രസിഡന്റ് ഒരു നിയമം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പാർലമെന്റിന്റെ നിയമം എങ്ങനെ അപ്ലിക്കബിൾ ആണോ അതുപോലെ അപ്ലിക്കബിൾ ആണ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് പാർലമെന്റിന്റെ ഒരു നിയമം എങ്ങനെ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ടോ അതുപോലെ ഈ പറയുന്ന നിയമങ്ങളും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് it may also repeal or amend any act of parliament in relation to this union territories. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഈ യൂണിയൻ ടെറിട്ടറീസിന് ബാധകമായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ യൂണിയൻ ടെറിട്ടറീസിലേക്ക് അപ്ലിക്കബിൾ ആയിട്ട് പാർലമെന്റ് എന്തെങ്കിലും നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിയമത്തിനെ റിപ്പൽ ചെയ്തുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ നിയമത്തിന് മുകളിലായിട്ട് പ്രസിഡന്റിന് നിയമം ഉണ്ടാക്കാം. അപ്പം പ്രസിഡന്റ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന നിയമം അല്ലെങ്കിൽ ഉത്തരവായിരിക്കും അവിടെ പ്രാബല്യത്തിലുള്ളത്. പാർലമെന്റ് നിയമത്തിന് പ്രാബല്യം നഷ്ടപ്പെടും അല്ലെങ്കിൽ സാധുത നഷ്ടപ്പെടും. ഇതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ പ്രസിഡന്റ്സ് ലോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ നിയമം ഇസ് മോർ ദാൻ പാർലമെന്റ്. അപ്പോൾ പാർലമെന്റിനേക്കാൾ അധികാര പരിധി ഈ 4 യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ പ്രസിഡന്റിനാണ്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. പ്രസിഡന്റിനാണ് ഈ പറയുന്ന 4 യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ പാർലമെന്റിനേക്കാൾ അധികാര പരിധി വരുന്നത്. ഇത് ഒന്നാമത്തെ എക്സംഷനാണ്. ഇനി രണ്ടാമത്തെ എക്സംഷൻസും ഈ പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസും ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വരുന്നതാണ്. അവിടെ ഗവർണറുടെ റൂളാണ് കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഗവർണർക്കാണ് അവിടെ അധികാര പരിധി വരുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് Governor is empowered to direct that an act of parliament do not apply to scheduled areas in the state or apply with a specific modification and exemptions. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഷെഡ്യൂൾ 7ന്റെ അണ്ടറിലാണ്. ഓക്കെ, ഷെഡ്യൂൾ 7ന്റെ അണ്ടറിലാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ നിയമനിർമ്മാണത്തിൻ്റെ പരിധിയെ ഡിവൈഡ് ചെയ്ത് സെൻറ്ററിന് ഇന്ന കാര്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം നടത്താൻ പറ്റും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത്രയും കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റും, 2 പേർക്കും കൂടിയായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം നടത്താൻ പറ്റും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഷെഡ്യൂൾ 7ന്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ 3 എന്ത് ചെയ്തിട്ടുണ്ട്? ഷെഡ്യൂൾ 7ൽ പവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് യൂണിയൻ ലിസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ 3 ലിസ്റ്റുകളിലായിട്ട് ഓരോ ഏരിയയിലും ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ 2 പേർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന ഏരിയാസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് വരുന്ന 2 ഷെഡ്യൂളുകളുണ്ട്. അതാണ് ഷെഡ്യൂൾ 5 ആൻഡ് 6. ഷെഡ്യൂൾ 5 വരുന്നുണ്ട്, ഷെഡ്യൂൾ 6 വരുന്നുണ്ട്. ഓക്കെ, ഷെഡ്യൂൾ 5 വരുന്നുണ്ട്, ഷെഡ്യൂൾ 6 വരുന്നുണ്ട്. ഈ 2 ഷെഡ്യൂൾസും വരുന്നത്, അപ്പോൾ ഷെഡ്യൂൾ 5 വരുന്നത് ആർട്ടിക്കിൾ 244 ക്ലോസ് 1ന്റെ അണ്ടറിലാണ്. 244 ക്ലോസ് 1ന്റെ അണ്ടറിലാണ് ഷെഡ്യൂൾ 5 വരുന്നത്. അതുപോലെ ഷെഡ്യൂൾ 6 വരുന്നത് ആർട്ടിക്കിൾ 244 ക്ലോസ് 2ന്റെ അണ്ടറിലാണ്. അപ്പം ട്രൈബൽ ഏരിയാസിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ട്രൈബൽസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയുമായിട്ട്, നമ്മുടെ ഇന്ന് കാണുന്ന നമ്മളെപ്പോലെയുള്ള ഈ ഒരു സൊസൈറ്റിയുമായിട്ട് അത്രത്തോളം മിങ്കിൾ ആയിട്ടുള്ള ആൾക്കാരല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതികൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ നിയമങ്ങൾ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ അപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ നിയമങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ നടപ്പാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളുടെ വഴിക്ക് അവരെ വിടുക എന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഷെഡ്യൂൾ 5ലും ഷെഡ്യൂൾ 6ലും ചെയ്യുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 5ലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും 4 സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ആ 4 സംസ്ഥാനങ്ങളിലേക്ക് സ്പെസിഫിക് ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ലോസിനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 5ൽ വരുന്നത്. അതല്ലാതെ വരുന്ന ട്രൈബൽ ഏരിയാസിനെ കുറിച്ചിട്ടാണ് ഷെഡ്യൂൾ 6ൽ മെൻഷൻ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഷെഡ്യൂൾഡ് ഏരിയാസിലേക്ക്, അതായത് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരം ട്രൈബൽ ഏരിയാസിലേക്ക് പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആയിരിക്കില്ല. ഓക്കെ, അത്തരം ഷെഡ്യൂൾഡ് ഏരിയാസിലേക്ക് പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആയിരിക്കില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത്തരം ഏരിയാസിലേക്ക് ഗവർണറുടെ നിയമങ്ങളായിരിക്കും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പാർലമെൻറ്റ് അത്തരം പ്രദേശങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഗവർണർക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഗവർണർ അതിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. So the governor is empowered to direct that an act of parliament does not apply. അപ്പോൾ പാർലമെൻറ്റിന് പറയാം, ഗവർണർക്ക് പറയാം, പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നിയമം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ GST, പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള GST ഷെഡ്യൂൾഡ് 5 അല്ലെങ്കിൽ ഷെഡ്യൂൾ 6ൽ വരുന്ന ഏരിയാസിലേക്ക് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ഗവർണർക്ക് പറയാം. അതിൽ ചെറിയൊരു എക്സംഷൻ ഉണ്ട്. ആസാമിൻ്റെ കേസിൽ അത് പ്രസിഡന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആസാമിൻ്റെ കേസിൽ അത് പ്രസിഡന്റാണ്, നമ്മൾ പഠിക്കും. അപ്പോൾ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർക്ക് പറയാം പാർലമെൻറ്റിൻ്റെ ഒരു നിയമം ഷെഡ്യൂൾഡ് ഏരിയയിലേക്ക് ബാധകം അല്ല എന്ന് ഗവർണർക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതാണ്, ആസാമിൻ്റെ കേസിൽ ഗവർണറാണ്. ഓക്കെ, അപ്പോൾ ആസാമിൻ്റെ കേസിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ 4 സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതാണ് ആസാം, അതുപോലെ തന്നെ മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സംസ്ഥാനങ്ങളിലേക്ക് പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലിക്കബിൾ അല്ല. അതിൽ എസ്പെഷ്യലി ആസാമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗവർണറുടെ തീരുമാനങ്ങളാണ് ഇംപ്ലിമെൻ്റ് ആകുന്നത്. ഗവർണറുടെ തീരുമാനങ്ങളാണ് ഇംപ്ലിമെൻ്റ് ആകുന്നത്. അവിടെയുള്ള ട്രൈബൽ ഏരിയാസ്, അവിടുത്തെ ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റുകൾ, അവിടേക്ക് പാർലമെൻറ്റിൻ്റെ നിയമം അപ്ലിക്കബിൾ അല്ല എന്ന്
ഗവർണർക്ക് പറയാം പാർലമെന്റിന്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ അല്ല. എന്നാൽ ബാക്കിയുള്ള ഏരിയാസിലേക്ക് പ്രസിഡന്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള 3 സംസ്ഥാനങ്ങൾ, അതായത് മേഘാലയ, ത്രിപുര, മിസോറാം, ഈ 3 പ്രദേശങ്ങളിലേക്ക് പാർലമെന്റിന്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ അല്ല എന്ന് പറയാൻ അധികാരമുള്ളത് പ്രസിഡന്റാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പ്രദേശങ്ങളിലേക്കുള്ള നിയമനിർമ്മാണങ്ങൾ കൂടുതലായിട്ടും വരുന്നത് പ്രസിഡന്റിന്റെ പക്കൽ നിന്നാണ്. ഓക്കെ, പ്രസിഡന്റാണ് അവിടേക്കുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആസാമിന്റെ കേസിൽ അത് ഗവർണറാണ്. ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളെയും ഒരേ ഷെഡ്യൂളിന്റെ അണ്ടറിലാണ് മെൻഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആസാമിന്റെ കേസിൽ അത് ഗവർണറും മേഘാലയ, ത്രിപുര, മിസോറാമിന്റെ കേസിൽ അത് പ്രസിഡന്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസ്ട്രിക്ഷൻസ് ഓൺ ദി ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദി പാർലമെന്റ് 3 കേസസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 യൂണിയൻ ടെറിട്ടറീസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 യൂണിയൻ ടെറിട്ടറീസിലേക്കും പ്രസിഡന്റിന്റെ തീരുമാനങ്ങളാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത് നമ്മൾ പഠിച്ചതായിരുന്നു ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ട്രൈബൽ ഏരിയാസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഷെഡ്യൂൾഡ് ഏരിയാസിലേക്ക് പ്രത്യേകമായിട്ട് അപ്ലിക്കബിൾ ആയിട്ട് വരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഗവർണറാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ 4 സംസ്ഥാനങ്ങളിലേക്ക്, അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, ഈ 4 സംസ്ഥാനങ്ങളിലെ ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട്സ്, ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കും സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിൽ ആസാമിൻ്റെ കേസിൽ ഗവർണറും മറ്റ് 3 സംസ്ഥാനങ്ങളുടെ കേസിൽ പ്രസിഡന്റുമാണ് പാർലമെന്റിന്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷൻസിലാണ് പാർലമെന്റിന്റെ നിയമങ്ങൾ അപ്ലിക്കബിൾ അല്ലാതെ വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എക്സംഷൻസ് ആണ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂൾ 7-ലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ഒരേ വിഷയത്തിൽ ചിലപ്പോൾ നിയമനിർമ്മാണം നടത്തും, ഒരേ നിയമത്തിൽ. അപ്പോൾ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു നിയമം ഉണ്ടാക്കുകയാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ആൾക്കാർ ഇനി മുതൽ എന്തായിരിക്കും, UP കാറ്റഗറി ആയിരിക്കും. ഓക്കെ, 8 മുതൽ +2 വരെയുള്ള ആൾക്കാർ ഹയർ സെക്കൻഡറി കാറ്റഗറി ആയിരിക്കും. ഇങ്ങനെ 2 കാറ്റഗറി മാത്രമേ ഇനിയുള്ളൂ എന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കുകയാണ്. എന്നാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വേറെ ഒരു നിയമം ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LKG മുതൽ 2ാം ക്ലാസ് വരെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, LP കാറ്റഗറിയിലാണ്. അതുപോലെ 3 മുതൽ 8 വരെയുള്ളത് UP കാറ്റഗറിയാണ്. അതിനുശേഷം വരുന്നവരെല്ലാവരും ഹയർ സെക്കൻഡറിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഈ ഒരു നിയമം എൻറ്റയർ ഇന്ത്യക്ക് ബാധകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിനും ബാധകമാണ്. പക്ഷെ കേരളത്തിന് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പം ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചില കാര്യങ്ങളിലെല്ലാം നിയമനിർമ്മാണം നടത്താൻ പറ്റും, സെൻട്രൽ ഗവൺമെന്റിന് ചില കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റും. രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ചില ഏരിയാസ് എന്നിങ്ങനെ 3 ഇവരുടെ പവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ 7 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ 7 ആണ്. ഈ ഷെഡ്യൂൾ 7 വരുന്ന ആർട്ടിക്കിളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, 246 ആണ്. ആർട്ടിക്കിൾ 246ന്റെ അണ്ടറിലാണ് ഷെഡ്യൂൾ 7 ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെഡ്യൂൾ 7 വരാനുള്ള കാരണം ആർട്ടിക്കിൾ 246 ആണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെയാണ് ഷെഡ്യൂൾ 7ന്റെ അണ്ടറിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലെജിസ്ലേറ്റീവ് പവേഴ്സിനെയാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ പവേഴ്സിനെയോ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സിനെയോ ഷെഡ്യൂൾ 7ന്റെ അണ്ടറിൽ ചെയ്തിട്ടില്ല. ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ മാത്രമാണ് ചെയ്യുന്നത്. എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഫൈനാൻഷ്യൽ പവേഴ്സോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സോ ഷെഡ്യൂൾ 7ന്റെ അണ്ടറിൽ മെൻഷൻ ചെയ്യുന്നില്ല. നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 7 പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ലിസ്റ്റുകൾ വരുന്നുണ്ട്. സെൻട്രൽ ലിസ്റ്റിലേക്ക് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിന് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ. പാർലമെന്റിന് മാത്രമാണ് സെൻട്രൽ ലിസ്റ്റിന്റെ കേസിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നത്. ദെൻ അടുത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കേസിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് മാത്രമേ നിയമനിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ. അവിടെ സെൻട്രൽ ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താനോ അതിൽ ഇടപെടാനോ സാധിക്കുകയില്ല. ഓക്കെ, അടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ പ്രവർത്തിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും ഒരേപോലെ നിയമങ്ങൾ പാസ്സാക്കാറുണ്ട്. അത് രണ്ടും എന്ത് ചെയ്യാറുണ്ട്, അപ്ലിക്കബിൾ ആയിട്ട് വരാറുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയിംസ്, IIT, IIM, ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എന്ത് വരുന്നുണ്ട്, IIT പാലക്കാട് വരുന്നുണ്ട്, IIM എന്ത് വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വരുന്നുണ്ട്, മെഡിക്കൽ കോളേജസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ് വരുന്നുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ്റെ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരേപോലെ നിയമം ഉണ്ടാക്കുകയാണ്. പക്ഷേ രണ്ടും പരസ്പരം കോൺട്രാഡിക്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആണ്, പരസ്പരം വൈരുദ്ധ്യമായിട്ട് നിലനിൽക്കുന്നതാണ്. ഒന്ന് മറ്റൊന്നിനെ യോജിക്കാത്ത രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം, പരിഹരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരേ വിഷയത്തിൽ നിയമം പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാൾ വലുത്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ പ്രാബല്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ അതിനാണ് കൂടുതലായിട്ട് പവർ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമം ഇല്ലാതാവും, ഈ നിയമം ഇല്ലാതാവും. അപ്പോൾ നമ്മുടെ എൻറ്റയർ കേരളത്തിൽ എന്തായിരിക്കും, ഈ രൂപത്തിലായിരിക്കും പിന്നീട് ഓരോ ക്ലാസ്സുകളെയും ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളുകളിലെ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത്, കൺകറൻറ്റ് ലിസ്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്. സെൻട്രൽ ലോസ് അല്ലെങ്കിൽ സെൻട്രൽ റൂൾസ് പ്രിവെയിൽസ് ഓവർ ദ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് റൂൾസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെ നിയമങ്ങളെക്കാൾ കൂടുതൽ അധികാരം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കേസിലാണ്. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെയും സെൻട്രൽ ലിസ്റ്റിൻ്റെയും കാര്യത്തിൽ അതാത് ഗവൺമെൻറ്റിന് സെപ്പറേറ്റ് ആയിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് സബ്ജക്റ്റ്. ഞാൻ വീണ്ടും പറയുകയാണ്, ലെജിസ്ലേറ്റീവ് സബ്ജക്ട്സുകളെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് 3 ആസ്പെക്ട്സിൽ നമ്മൾ പഠിക്കണം. ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ. ഈ 2 കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഷെഡ്യൂൾ 7 സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് റിലേഷൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ്, ജുഡീഷ്യൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അവിടെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഷെഡ്യൂൾ 7 ഡെഫിനറ്റ് ആയിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഓരോ ലിസ്റ്റിലും എത്രത്തോളം കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് സെൻട്രൽ ലിസ്റ്റാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇനീഷ്യലി ഉണ്ടാക്കുന്ന സമയത്ത് 97 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഐറ്റംസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം 97 ആയിരുന്നു, അത് പിന്നീട് 100 ഐറ്റംസ് ആയിട്ട്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഷെഡ്യൂൾ 7 ബന്ധപ്പെട്ടിട്ട് വരുന്നത് 3 അമെൻമെൻറ്റുകളാണ്. ഷെഡ്യൂൾ 7 ബന്ധപ്പെട്ടിട്ട് വരുന്നത് 3 അമെൻമെൻ്റ് ആണ്. അതിൽ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 7ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് തന്നെയാണ്. ഈ 7ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വരുന്നത് 1956 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്സിൻ്റെ റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 7ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വരുന്നുണ്ട്. അത് ഷെഡ്യൂൾ 7 മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. 2ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്ന ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രധാനമായിട്ടും ചെയ്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 കാര്യങ്ങളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റും. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 കാര്യങ്ങളെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ഈ പറയുന്ന 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി അതല്ലാതെ പിന്നെ ഓർത്ത് വെക്കേണ്ടതാണ് 50ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, 50th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾ 7 ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഷെഡ്യൂൾ 7 മാറ്റങ്ങൾ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ാമത്തത് വരുന്നുണ്ട്, 42 വരുന്നുണ്ട്, 50 വരുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടുകൾ എല്ലാം തന്നെ ഷെഡ്യൂൾ 7 മാറ്റങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ പരിധിയിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമേ ഈ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റുള്ളൂ.
എന്നാൽ അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നതോടുകൂടി ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റിനും ഇതിൽ ഇനി നിയമനിർമ്മാണം നടത്താം എന്നുള്ള അവസ്ഥ വന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിനും യൂണിയൻ ഗവൺമെന്റിനും ഇതിൽ ഇനി നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടുള്ള 5 കാര്യങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതും ചോദിക്കാൻ ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആണ്. അങ്ങനെ മാറ്റിയിട്ടുള്ള 5 കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ് ആൻഡ് മെഷർമെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ദി വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ജസ്റ്റിസ്. ഈ 5 കാര്യങ്ങളാണ് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ള 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ഫോറസ്റ്റ് വരുന്നുണ്ട്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വരുന്നുണ്ട്, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ദി വൈൽഡ് ലൈഫ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ജസ്റ്റിസ് വരുന്നുണ്ട്. 5 കാര്യങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കാം. എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ഫോറസ്റ്റ് വരുന്നുണ്ട്, വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ദി വൈൽഡ് ലൈഫ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ജസ്റ്റിസ് വരുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്കാണ് മാറ്റുന്നത്. അതും കൂടെ ശ്രദ്ധിക്കണേ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്കാണ്, യൂണിയൻ ലിസ്റ്റിലേക്കല്ല. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് തരും. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റി, അത് തെറ്റാണ്. കൺകറന്റ് ലിസ്റ്റിലേക്കാണ് അത് മാറ്റുന്നത്. ഇനി അങ്ങനെ മാറ്റിയിട്ടുള്ള 5 എണ്ണം, ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ഷിഫ്റ്റഡ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ് ഡ്യൂറിംഗ് ദി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ള രൂപത്തിലേക്ക് ചിലപ്പം ചോദ്യം വരാം. അപ്പോഴും ഈ പറയുന്ന 5 എണ്ണം നിങ്ങൾക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ്, ഈ പറയുന്ന ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത ഒരു കാര്യം വന്നാലോ? ഓക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് നിയമം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതാത് കാര്യങ്ങൾ വന്നതിന് ശേഷമായിരിക്കും നിയമം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കാത്ത, മെൻഷൻ ചെയ്യാത്ത ഒരു പുതിയ പ്രശ്നം അല്ലെങ്കിൽ പുതിയ ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് ആര് ഡീല് ചെയ്യും, അല്ലെങ്കിൽ ഇത് ആരുടെ അധികാര പരിധിയിലായിരിക്കും വരുന്നത് എന്നതൊരു ചോദ്യമാണ്. അതിനെയാണ് നമ്മൾ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 ലിസ്റ്റിലും മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങൾ, ഓക്കെ, ഈ പറയുന്ന 3 ലിസ്റ്റിലും മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളെയാണ് നമ്മൾ റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത്. റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 3 ലിസ്റ്റിലും എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. ഷെഡ്യൂൾ 7 മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളെയാണ് റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പവേഴ്സിൽ നോർമൽ കേസിൽ, അതായത് അറ്റ് പ്രസൻറ്റ് ഇത്തരം കാര്യങ്ങൾ ഒരു റെസിഡ്യൂറി, അതായത് ഷെഡ്യൂൾ 7 പറയാത്തൊരു പുതിയ കാര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കറൻ്റ്ലി അത് പാർലമെൻറ്റിനാണ്. ഓക്കെ, അപ്പം പാർലമെന്റ് ആണ് ഇപ്പം അത്തരം കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത്. എന്നാൽ ഇതുപോലെ ആയിരുന്നില്ല മുൻപത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന 3 രൂപത്തിലേക്ക് ഷെഡ്യൂൾ ലിസ്റ്റ്, ഓക്കെ, അതായത് ഷെഡ്യൂൾഡ് ആയിട്ട് 3 ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിലാണ്. കാരണം അവിടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നുള്ള രൂപത്തിലേക്ക്, അതായത് ഫെഡറൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള 3 ലിസ്റ്റുകളൊക്കെ ആദ്യമായിട്ട് വരുന്നത് 1935 ആക്ട് ആണ്. അവിടെ വരുന്നത് ഫെഡറൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ദെൻ അതുപോലെ തന്നെ കൺകറന്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ 3 ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1935 ആക്ട് ആണ്. ഈ ഫെഡറൽ ലിസ്റ്റാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ലിസ്റ്റായിട്ട് മാറുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത് ഗവർണർ ജനറലിന്റെ അധികാര പരിധിയിലായിരുന്നു, അല്ലെങ്കിൽ ഗവർണർ ജനറലിന് ആയിരുന്നു റെസിഡ്യൂറി ആയിട്ട് വരുന്ന ഇങ്ങനെ 3 ഷെഡ്യൂളുകളിൽ മെൻഷൻ ചെയ്യാത്ത പുതിയൊരു കാര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഗവർണർ ജനറലിന് ആയിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, പൊട്ടൻഷ്യൽ ഏരിയ ആണ്, ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതാണ് കാനഡ. അപ്പോൾ കാനഡ എന്ന് പറയുന്നത് സാധാരണ ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കാനഡയുടെ ഫെഡറലിസം എന്ന് പറയുന്നത് കുറേ കൂടെ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഫെഡറലിസം ആണ്. ഓക്കെ, യൂണിറ്ററി ഫോം ഓഫ് ഫെഡറലിസം ആണ്. അപ്പോൾ യൂണിറ്ററി ഫോം ഓഫ് ഫെഡറലിസം, അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇനീഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക,
കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ കാനഡയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് റെസിഡ്യൂറി പവേഴ്സിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റാണ് നിയമനിർമ്മാണം നടത്തുക. എന്നാൽ USA കേസിലേക്ക് വരുന്ന സമയത്ത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തന്നെയാണ്. ഇത്തരത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും റെസിഡ്യൂറി പവേഴ്സ് ആർക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ അണ്ടറിൽ റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത് ഗവർണർ ജനറൽക്കായിരുന്നു. എന്നാൽ അറ്റ് പ്രസൻറ്റ് അത് പാർലമെൻറ്റിനാണ്. ഇനി കാനഡയുടെ കേസിലാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. USA കേസിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. റെസിഡ്യൂറി പവേഴ്സ് ആർക്കൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാൻ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഈ 3 ലിസ്റ്റുകളുള്ളതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്നത്? അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതലായിട്ട് പവർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു നിയമമുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൺകറൻറ്റ് ലിസ്റ്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉള്ള കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഖണ്ഡിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അതിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂണിയൻ ലിസ്റ്റിലുള്ള നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇറ്റ് വിൽ പ്രിവൈൽ ഓവർ ദി കൺകറൻറ്റ് ലിസ്റ്റ് ഓർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെയും സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെയും പരിധിക്ക് മുകളിൽ നിൽക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിനെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിന് കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രാബല്യത്തിൽ നിലനിൽക്കുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും. ഇതിനൊരു എക്സംഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അധികാരത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ആദ്യം യൂണിയൻ ലിസ്റ്റാണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം നടപ്പാക്കുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് കൺകറൻറ്റ് ലിസ്റ്റ്, പിന്നെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും വീക്കായിട്ട് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കുക. കാരണം യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം വരികയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോ. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമത്തേക്കാൾ പ്രാബല്യമുണ്ട്, അതിനാണ് കൂടുതൽ പവർ, അതായിരിക്കും നടപ്പാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇത്. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക. നോർമലി സെൻട്രൽ ലോ പ്രിവൈൽസ് ഓവർ ദ സ്റ്റേറ്റ് ലോ, ബട്ട് ദർ ഇസ് ആൻ എക്സംഷൻ. അപ്പോൾ നോർമൽ കേസിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനായിരിക്കും പ്രാബല്യം. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരേ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ഗവർണറുടെ അസെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവർണറുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് ആ ബില്ല് അയക്കുന്നതായിരിക്കും. അങ്ങനെ ഗവർണറുടെ അസെൻറ്റിന് വേണ്ടിയിട്ട് സമ്മതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബില്ല് അയച്ചു കഴിഞ്ഞാൽ ഗവർണർ എന്ത് ചെയ്യും, അതിൽ സൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതൊരു നിയമമായിട്ട് ആക്റ്റായിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. ഗവർണർക്ക് വേണമെങ്കിൽ ഈ ബില്ല് പ്രസിഡന്റിന് റിസർവ് ചെയ്ത് വെക്കാം. ഓക്കെ, പ്രസിഡന്റിന് റിസർവ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ സൈൻ ചെയ്യേണ്ടത് പ്രസിഡന്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൽ സൈൻ ചെയ്യേണ്ടത് പ്രസിഡന്റാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഒരു നിയമം പ്രസിഡന്റാണ് സൈൻ ചെയ്ത് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസിഡന്റിനെ റിസർവ് ചെയ്ത് പ്രസിഡന്റാണ് അതിന് അപ്രൂവൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണോ? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സൗണ്ട് കുറവാണോ ഒന്ന് നോക്കുമോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ സൗണ്ട് കുറവാണോ? എല്ലാവർക്കും കുറവാണോ? ജസ്റ്റ് ഒന്ന് പറയാം. എല്ലാവർക്കും ഈ ഒരു കാര്യം സൗണ്ട് കുറവായിട്ടാണോ കേൾക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് അതാണെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം, ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണോ? പ്രോപ്പറായിട്ട് ഓഡിബിൾ ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേൾക്കുന്നതിന്? ഡ്രീം വേൾഡ് ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, കുറവാണ്. ഇപ്പോഴും സൗണ്ട് കുറവ് തന്നെയാണോ? സൗണ്ട് ഇപ്പോഴും കുറവ് തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ?
ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സുനിത, സിന്ധു അവർ ക്ലിയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, സൗണ്ടിന് കുഴപ്പമില്ലെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ. മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, യാ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അമൃത ബ്രേക്ക് ആവുന്നുണ്ടോ? ഇൻ കേസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു അമൃത. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഒരു ബില്ല് അത് പ്രസിഡന്റിന് റിസർവ് ചെയ്ത് വെച്ചിട്ട് പ്രസിഡന്റാണ് അതിന് അപ്രൂവൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിന് മുകളിലായിരിക്കും അതിൻ്റെ സ്ഥാനം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ സ്റ്റേറ്റ് ലോ ഹാസ് ബീൻ റിസർവ്ഡ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഹാസ് റിസീവ്ഡ് ഇറ്റ്സ് അസെന്റ് ദെൻ ദ സ്റ്റേറ്റ് ലോ പ്രിവൈൽസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ GST നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കി. എന്നാൽ ഈ GSTക്ക് വിരുദ്ധമായിട്ട് GST കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബില്ല് നമ്മുടെ കേരള സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പാസ്സാക്കിയെടുത്ത് അത് പ്രസിഡന്റിന് സമർപ്പിച്ച് പ്രസിഡന്റ് അതിന് അപ്രൂവൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ GST എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നടപ്പാക്കിയ നിയമമാണ്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് GST നടപ്പാകില്ല. ഓക്കെ, അപ്പം ഏതെങ്കിലും തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള GST എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. കേരളം മാത്രം എന്ത് ചെയ്തു, GST നമ്മുടെ കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രസിഡന്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിൽ മാത്രമേ GST നടപ്പാക്കുകയുള്ളൂ. കേരളത്തിൽ GST ഉണ്ടാവില്ല. ഇതാണ് പറയുന്നത്. ഓക്കെ, യെസ് രാഗി, താങ്ക് യു. ഓക്കെ, സൗണ്ട് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുകയും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രസിഡന്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ട് ഒരു നിയമം പാസ്സാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും ആ സംസ്ഥാനത്ത് പ്രാബല്യത്തിലുണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കി 27 സംസ്ഥാനങ്ങളിൽ GST ഉണ്ടാവും, കേരളത്തിൽ GST ഉണ്ടാവില്ല. ഓക്കെ, കേരളത്തിൽ GST ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യം, ഈ ഒരു എക്സംഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള എക്സംഷൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ആ ഒരു എക്സെപ്ഷൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയെല്ലാം ഫ്രെയിം ചെയ്യുന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾ എപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പം PSC എങ്ങനെയായിരിക്കും അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ ഒന്ന്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനേക്കാൾ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ നടപ്പാകുന്നത് എന്നുള്ള രൂപത്തിലായിരിക്കും അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. എന്നിട്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസസ് എ ലോ വിത്ത് 2/3 മെജോറിറ്റി. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നമ്മുടെ നിയമസഭ 2/3 മെജോറിറ്റി 3/2 ഭൂരിപക്ഷത്തിൽ ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരും. ഓക്കെ, രണ്ടാമത്തത് ഇഫ് ദ ഗവൺമെൻറ് പാസസ് എനി ലോ റിലേറ്റിംഗ് ടു എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ചിലപ്പം തരും. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ അത് സെൻട്രൽ ഗവൺമെൻറ്റിനേക്കാൾ അധികാരമുള്ളതാണ്. ചിലപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ടായിരിക്കും ഇത് തരുന്നത്. ഇഫ് ദ ലോ ഇസ് പാസ്ഡ് വിത്ത് ദി അസെന്റ് ഓഫ് ദ പ്രസിഡന്റിന്റെ സമ്മതത്തോട് കൂടിയിട്ട് സൈനിങ്ങോട് കൂടിയിട്ട് നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് അധികാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെന്റിനേക്കാൾ അധികാര പരിധി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്. പ്രസിഡന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ആ നിയമത്തിന് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമത്തേക്കാൾ പ്രാബല്യമുണ്ട്. ഇറ്റ്സ് വെരി വെരി സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു എക്സംഷൻ ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, നോർമൽ കേസിൽ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല. നോർമൽ കേസിൽ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല. ഇത് നോർമലി പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ ഇതിന് ചില എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ ആർട്ടിക്കിൾ 249 മുതൽ 253 വരെയുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ ആർട്ടിക്കിൾസിൻ്റെ അണ്ടറിലൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താം.
ഓക്കെ, അപ്പോൾ ചില എക്സംഷൻസ് വരുന്നുണ്ട്. നോർമലി സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയില്ല. എന്നാൽ ചില എക്സംഷൻസ് വരുന്നുണ്ട്. ആ എക്സംഷൻസ് വരുന്ന കേസിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യത്തിൽ നിയമനിർമ്മാണങ്ങൾ നടത്താം എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, പാർലമെന്ററി ലെജിസ്ലേഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ്. പാർലമെന്റിന് ഒരു സ്റ്റേറ്റിന്റെ കേസിലാവാം, ഒന്നിലധികം സ്റ്റേറ്റ്സിന്റെ കേസിലാവാം, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിനും കൂടെ ആവാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർലമെന്റിന് കേരളത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു നിയമം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കേരളത്തിനും തമിഴ്നാടിനും വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു നിയമം ഉണ്ടാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു നിയമം ഉണ്ടാക്കാം. ഏത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ മുകളിലാണ് പറയുന്നത്. ഓക്കെ, അതല്ലാതെ യൂണിയൻ ലിസ്റ്റ് ആയാലും കൺകറന്റ് ലിസ്റ്റ് ആയാലും പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, അത് ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ട്. എന്നാൽ അതല്ലാതെ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കേസിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടോ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ടോ എന്ത് ചെയ്യാം, പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റും. ഇതും കൂടെ ഓർത്ത് വെക്കണം. ഇനി അത് ഏതെല്ലാം കണ്ടീഷൻസ് ആണ് എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലാദ്യം വരുന്നതാണ് ആർട്ടിക്കിൾ 248. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 246ന്റെ അണ്ടറിലാണ് ഈ പറയുന്ന 3 ലിസ്റ്റുകൾ ഉണ്ടാവുന്നത്. 246 അതിന്റെ അണ്ടറിലാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 ലിസ്റ്റുകൾ. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ലിസ്റ്റ്. ഇത് മൂന്നും വരുന്നത് ആർട്ടിക്കിൾ 246ന്റെ അണ്ടറിലാണ്. അത് കഴിഞ്ഞ് 248ൽ എന്ത് ചെയ്യുന്നുണ്ട്, റെസിഡ്യൂറി പവേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറ്റ് പ്രസന്റ് റെസിഡ്യൂറി പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന 3 ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൈബർ ലോ. ഓക്കെ, സൈബർ ലോസ് ഇത് ഈ പറയുന്ന 3 ലിസ്റ്റിലും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈബർ ലോസിൽ റെസിഡ്യൂറി പവർ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റിനാണ്. അതുകൊണ്ടാണ് സൈബർ ലോസ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡ്യൂറി പവേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ 248 ആണ്. ഓക്കെ, അപ്പം അതൊന്ന് റീഡ് ചെയ്യാം. ദ റെസിഡ്യൂറി പവേഴ്സ് ആർ ഗിവൺ ടു ദ സെന്റർ ആൻഡ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ alone. The residuary powers are given to the center, and the Parliament of India alone can make legislations on the subject not included in any of the above 3 lists. മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ലിസ്റ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം അല്ലെങ്കിൽ പവർ ഉള്ളത് പാർലമെന്റിന് മാത്രമാണ്. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ആർട്ടിക്കിൾ 249. അപ്പോൾ ആർട്ടിക്കിൾ 249 പറയുന്നത് രാജ്യസഭയുടെ സ്പെഷ്യൽ പവേഴ്സിനെ കുറിച്ചിട്ടാണ്. രാജ്യസഭയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പവേഴ്സിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 249 പറയുന്നത്. അപ്പം രാജ്യസഭ 2/3 മെജോറിറ്റിയിൽ 3/2 ഭൂരിപക്ഷത്തിൽ ഒരു നിയമം, ഒരു ബില്ല് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭ 2/3 മെജോറിറ്റിയിൽ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെന്റിന് ആ വിഷയത്തിൽ നിയമനിർമ്മാണം നടപ്പാക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രാജ്യസഭ മാത്രം പാസ്സാക്കിയാൽ മതി, ലോക്സഭ പാസ്സാക്കണ്ട. കാരണം രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ദി ചേംബർ, ഓക്കെ, ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ഓർ ചേംബർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, കാരണം രാജ്യസഭയിലുള്ളത് സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സിനെയാണ് രാജ്യസഭയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസഭ 3/2 ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെന്റിന് ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇനി നിയമം നടപ്പാക്കാം. ഓക്കെ, അപ്പോൾ ഇത് രാജ്യസഭയുടെ സ്പെഷ്യൽ പരിധി വരുന്നതാണ്. അപ്പോൾ ലോക്സഭയ്ക്ക് ഈ ഒരു അധികാരം ഇല്ല എന്നതും കൂടെ ഓർത്ത് വെക്കുക. ദിസ് ഈസ് ദ സ്പെഷ്യൽ പവർ ഓഫ് ദി രാജ്യസഭ. Okay, passes a resolution by majority of 2/3 of its member requesting parliament to make a law on the subject in the state list. അപ്പം അങ്ങനെ പാർലമെന്റിനോട് രാജ്യസഭ 2/3 മെജോറിറ്റിയിൽ ഒരു ബില്ല് പാസ്സാക്കി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർലമെന്റിന് ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ സബ്ജക്റ്റിന്റെ മുകളിൽ നിയമനിർമ്മാണം നടത്താം. അതാണ് ആർട്ടിക്കിൾ 249 എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ആർട്ടിക്കിൾ 250. ഓക്കെ, ആർട്ടിക്കിൾ 250. ആർട്ടിക്കിൾ 250 വരുന്ന സമയത്ത് ദ പാർലമെന്റ് ടു മേക്ക് ലോ ഓൺ എനി സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്ട് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും 3 എമർജൻസീസ് ആണ് വരുന്നത്. ഒന്ന് നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352.
ഓക്കെ, 352ൻ്റെ അണ്ടറിൽ നാഷണൽ എമർജൻസി വരുന്നുണ്ട്. ദെൻ 356ൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് എമർജൻസി വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ വരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു കണ്ടീഷൻ ആർട്ടിക്കിൾ 365ലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 356, 365 ഇത് രണ്ടും രണ്ട് രൂപത്തിലുള്ള പ്രസിഡൻസ് റൂൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 360 വരുന്നുണ്ട്. ഇവിടെ ഫൈനാൻഷ്യൽ എമർജൻസിയാണ് പറയുന്നത്. ഇവിടെ നാഷണൽ എമർജൻസി വരുന്നുണ്ട്. ഇവിടെ പ്രസിഡൻസ് റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ആർട്ടിക്കിൾസും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും. കാരണം ഈ ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൽ എമർജൻസി എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ 250. ആർട്ടിക്കിൾ 250 എന്ന് പറയുന്നത് എമർജൻസി ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1975 നമുക്കൊരു എമർജൻസി ഉണ്ടായിരുന്നു. ഓക്കെ, ഡിക്ലെയർഡ് ബൈ ദി ദെൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പം അന്നൊരു നാഷണൽ എമർജൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നാഷണൽ എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒരു സസ്പെൻഡഡ് സ്റ്റേറ്റിലായിട്ട് മാറും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റുകളിൽ നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾക്ക് സ്റ്റേറ്റുകളുടെ നിയമങ്ങൾക്ക് മുകളിൽ അധികാരം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിനേക്കാളും പ്രൊവൈലായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്, നടപ്പാക്കുന്നത് പാർലമെൻറ്റിൻ്റെ നിയമങ്ങളായിരിക്കും. സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾക്ക് അവിടെ എന്തുണ്ടാവില്ല, അധികാരം ഉണ്ടാകുക ഇല്ല. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സോ അണ്ടർ ആർട്ടിക്കിൾ 250, Parliament to make law on any state list subject during a national emergency. However, the Parliament's law under this provision will cease to operate on the expiration of the 6 months of the emergency. എമർജൻസി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പം ഇതെന്ത് ചെയ്യും, ഇല്ലാതാവുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ പിന്നെയും സ്റ്റേറ്റ് നിയമം തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും അധികാരത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നടപ്പാകുന്നത്. അതോടുകൂടിയിട്ട് പാർലമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് ആ സംസ്ഥാനത്ത് പ്രാബല്യം ഇല്ലാതെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നീട് എന്ത് ചെയ്യില്ല, അവിടെ ഒരു തരത്തിലുമുള്ള നിയമസാധുതയും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എമർജൻസി കഴിഞ്ഞ് 6 മാസം കഴിയണം. എമർജൻസി കഴിയുന്നതോട് കൂടിയിട്ടല്ല. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, സീസ് ടു ഓപ്പറേറ്റ് ഓൺ ദി എക്സ്പിറേഷൻ ഓഫ് ദി 6 months ഓഫ് ദി എമർജൻസി എന്നാണ്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, PSC 6 months കട്ട് ചെയ്യും. വിൽ സീസ് ടു ഓപ്പറേറ്റ് ഓൺ ദി എക്സ്പിറേഷൻ ഓഫ് ദി എമർജൻസി എന്ന് പറയും. അത് തെറ്റാണ്. എമർജൻസി കഴിയുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, പാർലമെന്റിന്റെ നിയമങ്ങൾക്ക് ആ സംസ്ഥാനങ്ങൾക്ക് പ്രാബല്യം ഇല്ലാതാവുന്നില്ല. എമർജൻസി കഴിഞ്ഞ് 6 മാസം കൂടെ കഴിയണം. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും സ്റ്റേറ്റിന്റെ നിയമങ്ങൾ തന്നെയായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, നടപ്പാകുന്നത്. പാർലമെന്റിന്റെ നിയമങ്ങൾക്ക് പിന്നെ അവിടെ നിയമസാധുത ഉണ്ടാവുകയില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 252 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 252 ഇതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് അത്തരം ഒരു നിയമം ആ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കേരളവും തമിഴ്നാടും കൂടെ ജോയിന്റ് ആയിട്ട് ഒരു നിയമം ഉണ്ടാക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് പറയണം. അപ്പം അങ്ങനെ ഒരു നിയമം എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഈ 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമം ഈ 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരിക്കും ബാധകം. അത് കേരളത്തിനും തമിഴ്നാടിനും മാത്രമായിരിക്കും ബാധകം. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് 252. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 വരുന്നുണ്ട്. ഓക്കെ, 2 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യാണ്, ജോയിന്റ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, ഈ പറയുന്ന വിഷയത്തിൽ ഏത് വിഷയമാണോ അവർ റെക്കമെൻഡ് ചെയ്തത് ആ വിഷയത്തിൽ ആ 2 സംസ്ഥാനങ്ങൾക്കായിട്ട് പാർലമെന്റിന് ഒരു നിയമം നടപ്പാക്കാം. അങ്ങനെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരിക്കും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. വേറെ ഒരു സംസ്ഥാനത്തും അത് അപ്ലിക്കബിൾ ആയിരിക്കില്ല. കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ഒന്നും ആ നിയമം ഉണ്ടാവില്ല. പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ്, പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ആ നിയമം പ്രാബല്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് 2 or more state legislatures request union parliament through a resolution to make a law on a particular subject mentioned in the state list. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താം. അവിടെ ആ നിയമം എന്ത് ചെയ്യും, പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. ആ 2 സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും ആ നിയമം എന്ത് ചെയ്യുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 252 എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ 253 എന്ന് പറയുന്നത്. ഓക്കെ, 253 എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇന്ത്യക്ക് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, അതല്ലെങ്കിൽ കൺവെൻഷൻ ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ ദി പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്.
അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചില കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, എഗ്രിമെൻറ്റ്സ് ഇതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കാര്യത്തിലും സെൻട്രൽ ഗവൺമെൻറ്റിന് അത്തരം നിയമങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യേണ്ട മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലും മാറ്റം വരുത്തിയിട്ട് അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 253 എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 253 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രീറ്റീസോ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിനോ അല്ലെങ്കിൽ കൺവെൻഷൻസിനോ വേണ്ടിയിട്ട് പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റും. അതാണ് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 253 എന്ന് പറയുന്നത് ട്രീറ്റി, എഗ്രിമെന്റ് ഓർ കൺവെൻഷൻ, ഇന്റർനാഷണൽ ട്രീറ്റിയോ കൺവെൻഷൻസോ എഗ്രിമെന്റോ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ നിയമം ഉണ്ടാക്കാം. നോർമലി പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത് യൂണിയൻ ലിസ്റ്റിലും അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റുമാണ്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിലും എന്ത് ചെയ്യാം, പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താം. അതാണ് ആർട്ടിക്കിൾ 253 പറയുന്നത്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 എമർജൻസീസ് വരുന്നുണ്ട്. 352 നാഷണൽ എമർജൻസി വരുന്നുണ്ട്, 356 പ്രസിഡൻസ് റൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ 360 ഫൈനാൻഷ്യൽ എമർജൻസി വരുന്നുണ്ട്. ഇതൊക്കെ ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 356 അണ്ടറിൽ പ്രസിഡൻസ് റൂൾ വരുന്നുണ്ട്. അപ്പോൾ പ്രസിഡൻസ് റൂൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലെ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പ്രസിഡൻസ് റൂൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1964 ശേഷം നമ്മുടെ കേരളത്തിൽ പ്രസിഡൻസ് റൂൾ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രസിഡൻസ് റൂൾ ഉണ്ടാകുന്ന സമയത്ത് കേരള സംസ്ഥാനത്തിന് മാത്രമായിട്ട് കേരള സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുകളിൽ മാത്രം, ഏത് സംസ്ഥാനത്താണോ പ്രസിഡന്റ് റൂൾ വരുന്നത് ആ സംസ്ഥാനത്തിന് മാത്രമായിരിക്കും ആ നിയമങ്ങൾ ബാധകമായിട്ട് വരുന്നത്. അപ്പോൾ നോർമൽ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രസിഡൻസ് റൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാർലമെന്റിന് ആ സംസ്ഥാനത്തെ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന് മാത്രമായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ആ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താം. പക്ഷേ ഇവിടെയും എന്തുണ്ട്, കണ്ടീഷൻസ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ ഈ പറയുന്ന റീജിയണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി അത് സീസ് ചെയ്ത് 6 മാസം കഴിയുമ്പോൾ ഈ നിയമം ഇല്ലാതാവും. വീണ്ടും എന്ത് ചെയ്യും, സ്റ്റേറ്റിന്റെ നിയമം തന്നെ അവിടെ പ്രാബല്യത്തിൽ വരും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, പ്രസിഡൻസ് റൂൾ അവസാനിച്ച് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. പ്രസിഡൻസ് റൂൾ അവസാനിക്കുന്ന സമയത്തല്ല, പ്രസിഡൻസ് റൂൾ അവസാനിച്ച് 6 മാസം കഴിഞ്ഞാൽ ഓക്കെ ഈ പറയുന്ന നിയമം എന്ത് ചെയ്യും, വീണ്ടും പ്രാബല്യത്തിൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമം തന്നെയായിരിക്കും വീണ്ടും അവിടെ നടപ്പാകുന്നത്, അല്ലെങ്കിൽ അതിന് തന്നെയായിരിക്കും പിന്നെ അവിടെ പ്രാബല്യം. ഈ പറയുന്ന പാർലമെന്റ് നിർമ്മിച്ച നിയമത്തിന് അവിടെ ഒരു സാധുതയും ഉണ്ടായിരിക്കുകയില്ല. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം. 356. ഇനി മറ്റൊരു ആർട്ടിക്കിളും കൂടെ വരുന്നുണ്ട്, അതാണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 200 അണ്ടറിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 200 കേസിൽ അതൊരു സ്പെഷ്യൽ കേസാണ്. ഗവർണർ ക്യാൻ റിസർവ് സ്പെസിഫിക് ബിൽസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഓക്കെ, അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ മുകളിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുകയല്ല, മറിച്ച് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അപ്രൂവൽ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 200 അണ്ടറിൽ ഇതേപോലെ ഗവർണർ പ്രസിഡന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഒരു ബില്ല് റിസർവ് ചെയ്ത് വെച്ചിട്ട് പ്രസിഡന്റ് അതിന് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പാർലമെന്റ് നിയമത്തിനേക്കാൾ പ്രാബല്യം ഉണ്ടാവും എന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നോർമൽ കേസിൽ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ നിയമസഭ നിയമം പാസ്സാക്കും, ഗവർണർ അത് അപ്രൂവൽ ചെയ്യും, അതിലെന്തില്ല, സെൻട്രൽ ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് ഒന്നും വരുന്നില്ല. എന്നാൽ ആർട്ടിക്കിൾ 200 അണ്ടറിൽ വേണമെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, ആ ബില്ല് പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു നിയമം നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം കിട്ടുന്നുണ്ട്. കാരണം ഇനി പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റിൽ ആ നിയമം നടപ്പാക്കുകയുള്ളൂ.
അപ്പം അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ പരിധിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യമല്ല. ഡയറക്റ്റ് ആയിട്ട് വരുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 248 മുതൽ 253 വരെയാണ്. ഓക്കെ, 248 മുതൽ 253 വരെയാണ് പാർലമെന്ററി ലെജിസ്ലേഷൻ ഇൻ ദ സ്റ്റേറ്റ് ഫീൽഡ്. പാർലമെന്റിന് സ്റ്റേറ്റിന്റെ ഫീൽഡിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 248 മുതൽ ആർട്ടിക്കിൾ 253 വരെയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ എക്സംഷണൽ കേസസ് മാത്രം നമ്മൾ പറയുന്നതാണ്. അങ്ങനെ പറയുന്ന ഒരു എക്സംഷൻ കേസാണ് ആർട്ടിക്കിൾ 200 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 200ന്റെ കേസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, പാർലമെന്റും സ്റ്റേറ്റ്, അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അതിന് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുന്ന് മസ്റ്റായിട്ട് ഡെഫിനറ്റ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ഷെഡ്യൂൾ 7 ബന്ധപ്പെട്ടതാണ്. ഷെഡ്യൂൾ 7 ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവും. ഇനി ഷെഡ്യൂൾ 7 3 ലിസ്റ്റുകളുണ്ട് നമ്മൾ പറഞ്ഞു. ഈ 3 ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. 3 ലിസ്റ്റിലും വരുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സെൻട്രൽ ലിസ്റ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇത് 3ഉം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഈ 3 ലിസ്റ്റിലും വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചോദ്യം ഡെഫിനറ്റ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അവിടുന്ന് എന്തായാലും ഒരു ചോദ്യം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ലിസ്റ്റിലും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 3 സ്റ്റേറ്റ്, അതായത് 3 ലിസ്റ്റിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ജസ്റ്റ് ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, സോ ചോദ്യം പ്രത്യേകം ഒന്ന് റീഡ് ചെയ്യാം. സോ ചോദ്യം എന്ന് പറയുന്നത്, വിത്ത് റെഫറൻസ് ടു ദ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദി ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്, ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനാദ്യം കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോ ഫോർ വൂൾ ഓഫ് ഇന്ത്യ ഇഫ് അപ്രൂവ്ഡ് ബൈ രാജ്യസഭ. ഇതാണ് ഒന്നാമത്തത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് ലോ ഫോർ വൂൾ ഓഫ് ഇന്ത്യ ഇഫ് അപ്രൂവ്ഡ് ബൈ ദി രാജ്യസഭ. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. യു ഹാവ് ടു ഗിവ് മീ ദി ആൻസർ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ തരണം. അടുത്തത്, പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു ഇനാക്ട് ലോസ് വിത്ത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻസ്. പാർലമെൻറ്റ് ഹാസ് ദി power to enact laws with extraterritorial. Yes, Sindhu already gave the answer. Okay, yes, Parliament has the power to enact laws with extraterritorial operations. അടുത്തത്, residuary powers of legislation are vested in the state. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനല്ല പാർലമെൻറ്റിനാണ് വിത്ത് ദി അപ്രൂവൽ ഓഫ് ദി രാജ്യസഭ നിയമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ് എന്ന് മനസ്സിലായി. രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർലമെന്റ് ഹാസ് ദ പവർ ടു ഇനാക്ട് ലോസ് വിത്ത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻസ്. നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്യാം, പാർലമെന്റിന് നിയമം നടപ്പാക്കാം. അത് ഇന്ത്യൻ സിറ്റിസൺസിനെയോ, അതായത് ഇന്ത്യൻ പൗരന്മാരെയോ അവരുടെ സ്വത്ത് വകകളെയോ പ്രോപ്പർട്ടീസിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇന്ത്യൻ നിയമം അപ്ലിക്കബിൾ ആയിരിക്കും എന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പറഞ്ഞതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്താണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്സിന്റെ അടുത്ത് വരുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കേസിലാണെങ്കിൽ റെസിഡ്യൂറി പവേഴ്സ് ആരുടെ അടുത്താണ്, സ്റ്റേറ്റ്സിന്റെ അടുത്താണ്. ഓക്കെ, അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് എ. ഓക്കെ, സോ എ ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ അടുത്തത്, ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് provisions regarding Parliament's power. Okay, Parliament's power to legislate on the state list subject. പാർലമെന്റിന്റെ പവറാണ് ടു ലെജിസ്ലേറ്റ് ഓൺ ദ സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മുകളിൽ ഒരു കാര്യം നടപ്പാക്കുന്നതിനുള്ള പാർലമെന്റിന്റെ പവേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡ്യൂറിംഗ് എ നാഷണൽ എമർജൻസി പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ എനി മാറ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, ഇതിനടുത്തത്, ഇഫ് 2 or more സ്റ്റേറ്റ് റിക്വസ്റ്റ് പാർലമെന്റ് ക്യാൻ, അതായത് പാർലമെന്റിനോട് റിക്വസ്റ്റ് ആണെങ്കിൽ, ഇഫ് 2 or more സ്റ്റേറ്റ് റിക്വസ്റ്റ് പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ ദ സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്ട് ആൻഡ് സച്ച് ലോസ് അപ്ലൈസ് ഓൺലി ടു ദോസ് സ്റ്റേറ്റ്സ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്,
Parliament can legislate on a state list subject to implement international treaty or convention. So which is the right answer? Okay, so ഇതിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്, ഏതാണ് ശരിയായിട്ട് വരുന്ന ആൻസർ? ഗിവ് മീ എ, ബി, സി, ഡി. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓക്കെ, ഹു ഇസ് ദിയർ? രാഗി, സിന്ധു, അമൃത, ആരാണുള്ളത്? ജസ്റ്റ് ഗിവ് മീ ദി ആൻസർ. യെസ്, ഓക്കെ, സിന്ധു ഗിവ് ദി ആൻസർ. വാട്ട് അബൌട്ട് ദി അതേഴ്സ്? യെസ്, സോജ സൈസ് ഡി. ഓക്കെ, യെസ്. ഓക്കെ, ബാക്കിയുള്ളവർ അവരുടെ ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യാം. യെസ്, സുനിത ആൾസോ ഗിവ്സ് ഡി. ഓക്കെ, യെസ്, ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദ കൺസെപ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അപ്പം നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് പാർലമെന്റിന് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ മുകളിൽ നിയമം നടപ്പാക്കാം. അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ എന്ത് ചെയ്യാം? നിയമം നടപ്പാക്കാം. അതുപോലെ തന്നെ പാർലമെന്റിന് ഇൻ കേസ് ഇന്റർനാഷണൽ ട്രീറ്റീസ്, കൺവെൻഷൻസ് നടപ്പാക്കണമെങ്കിൽ അപ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ എന്ത് ചെയ്യാം? നിയമം നടപ്പാക്കാം. നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഓക്കെ, ഇതിനടുത്തത് there is one more question. Okay, so with respect to the distribution of legislative powers in India, which of the following statement is or are correct? Okay, ചോദ്യം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്: ബോത്ത് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ മാറ്റേഴ്സ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്, ബട്ട് ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ് ലോ പ്രിവെയിൽസ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ബോത്ത് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും എന്ത് ചെയ്യാം? കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് മുകളിൽ നിയമം നിർമ്മിക്കാം. ഇനി അത് ഏതെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലോ ആയിരിക്കും നടപ്പാകുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലോ പ്രിവെയിൽസ് ഓവർ ദ സെൻട്രൽ ലോ എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക: പാർലമെന്റ് അലോൺ ഹാസ് റെസിഡ്യൂറി പവേഴ്സ് ടു ലെജിസ്ലേറ്റ് on matters not enumerated in any of the three lists. Okay, Sindhu already gave the answer. Okay, yes. So the parliament alone, പാർലമെന്റിന് മാത്രമാണ് റെസിഡ്യൂറി പവേഴ്സിന്റെ മുകളിൽ നിയമം നിർമ്മിക്കുന്നതിനുള്ള അധികാരമുള്ളത് റിഗാർഡിംഗ് ദ ത്രീ ലിസ്റ്റ്. ഓക്കെ, ഈ 3 ലിസ്റ്റ് പരിഗണിക്കുന്ന സമയത്ത് പാർലമെന്റിന് മാത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഇസ് ദി റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാം? നിയമം നിർമ്മിക്കാം. അത് ശരിയാണ്. പക്ഷേ അത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, യെസ്, സുനിത ആൾസോ ഗിവ് ദി ആൻസർ. ഓക്കെ, സോ അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലോ അല്ല, മറിച്ച് പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ലോ ആണ് എന്ത് ചെയ്യുന്നത്? യെസ്, സോജ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം സെൻട്രൽ ലോ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ പ്രിവെയിൽ ചെയ്ത് വരുന്നത്. ഓക്കെ, സെൻട്രൽ ലോ ആയിരിക്കും പ്രിവെയിൽ ചെയ്ത് വരുന്നത്, സ്റ്റേറ്റ് ലോ അല്ല. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ദ സെൻട്രൽ ലോ പ്രിവെയിൽസ് ഓവർ ദ സ്റ്റേറ്റ് ലോ ആണ്, അത് കോൺഫ്ലിക്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ. രണ്ടാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പാർലമെന്റ് അലോൺ ഹാസ് ദ റെസിഡ്യൂറി പവേഴ്സ്. റെസിഡ്യൂറി പവേഴ്സ് പാർലമെന്റിലാണ്. 1935 ആക്ടിൽ ഗവർണർ ജനറലിന്റെ അണ്ടറിലായിരുന്നു. ദെൻ നമ്മൾ കാനഡയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് യൂണിയൻ ഗവൺമെന്റിന്റെ അടുത്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്താണ്. ദെൻ അമേരിക്കയിലേക്ക് പോകുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്താണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം പാർലമെന്റ് അലോൺ ഹാസ് ദ റെസിഡ്യൂറി പവേഴ്സ് ടു ലെജിസ്ലേറ്റ്. ഓക്കെ, യെസ്, രാഗി ആൾസോ ഗീവ് ദി ആൻസർ. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആണല്ലേ? യെസ്, ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ നോട്ട് enumerated in any of the three list. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ബി. ബി ആണ് എന്ത് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, യു ഗീവ് ദി റൈറ്റ് ആൻസർ. ദെൻ ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് 100% ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ, സോ ചോദ്യം ഇതാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ലെറ്റ് മീ സീ ഹൂ വിൽ ഗിവ് ദി റൈറ്റ് ആൻസർ ഫസ്റ്റ്. ഓക്കെ, ആദ്യം ശരി ഉത്തരം ആരാ തരിക എന്നുള്ളത് നോക്കാം. Which of the following situations empower Parliament to legislate on subjects in the state list? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ നിയമം നിർമ്മിക്കുന്നതിന് പാർലമെന്റ് അധികാരം കൊടുക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ ആണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ രാജ്യസഭ അണ്ടർ ആർട്ടിക്കിൾ 249. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു 2/3 മെജോറിറ്റിയിൽ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സിറ്റുവേഷനിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന രൂപത്തിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 250. ഓക്കെ, ദെൻ അടുത്തതാണ് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ 2 or more സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 252. ഓക്കെ, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ 2 or more states under ആർട്ടിക്കിൾ 252. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ
ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമനിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും നിയമനിർമ്മാണം നടത്താം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് അണ്ടർ ആർട്ടിക്കിൾ 253. 253യുടെ അണ്ടറിൽ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. യെസ്, ഓക്കെ, ദിസ് ടൈം സുനിത ഗിവ് ദി ആൻസർ ഫസ്റ്റ്. ഓക്കെ, യെസ്, ഓക്കെ, ബാക്കിയുള്ളവരുടെ ആൻസറും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കൊന്ന് ഉറപ്പാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ ആർട്ടിക്കിൾസും 242 മുതൽ 253 വരെയുള്ള ഓരോ ആർട്ടിക്കിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആർട്ടിക്കിൾസിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മുകളിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം റൈറ്റ് ആൻസർ ഇസ് ഡി. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിലും എന്ത് ചെയ്യാം, പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ നിയമം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിന് മുകളിൽ നിയമം ഉണ്ടാക്കാൻ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിലും പാർലമെൻറ്റിന് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിലെ ലെജിസ്ലേറ്റീവ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈനാൻഷ്യൽ മാറ്റേഴ്സും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സുമാണ്. പിന്നെ അതുപോലെ തന്നെ 3 ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു ചോദ്യം ഇവിടുന്നുണ്ടായിരിക്കും. മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഒരു ചോദ്യം ഇവിടുന്ന് മസ്റ്റാണ്, ഡെഫിനറ്റ് ആയിട്ടും ഇവിടുന്ന് ഉണ്ടായിരിക്കും. ആ 3 ലിസ്റ്റിൽ കൺകറൻറ്റ് ലിസ്റ്റിലാണോ, അതല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലാണോ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ ഒരു സബ്ജക്റ്റ് വരുന്നത് എന്നുള്ളത്, പിന്നെ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ള രൂപത്തിൽ, അതല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള രൂപത്തിൽ, അതല്ലെങ്കിൽ സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ ഡിഫറൻറ്റ് രൂപത്തിൽ ഈ പറയുന്ന 3 ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം മസ്റ്റ് ആയിരിക്കും പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 4 ക്ലാസ്സുകളിലായിക്കൊണ്ട് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിൻ്റെ 3 ആസ്പെക്റ്റുകൾ, ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻസിലേക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ, സ്റ്റഡി വെൽ. ഓക്കെ, സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്ന ആളുകളിൽ നിന്ന് ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് റാങ്ക് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.